നമസ്കാരം. ചെറുവണ്ണൂർ കക്കറമുക്കിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് 6 മാസം ഗർഭിണിയായ 27-കാരി സോന വെന്തുമരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു. നാടിനെ അപ്പാടെ നടുക്കി വലിയ ദുരന്തത്തിന് കാരണമായ കാറിന് തീപിടിക്കാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താനാകാതെ അണയാത്ത പുക പോലെ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. സാധാരണയായി ഇത്തരം അപകടങ്ങളിൽ വില്ലനാകാറുള്ള എഞ്ചിൻ ഭാഗത്തോ AC സംവിധാനങ്ങളിലോ യാതൊരുവിധ സാങ്കേതിക തകരാറുകളും കണ്ടെത്താൻ ഫോറൻസിക് വിഭാഗത്തിന് കഴിഞ്ഞില്ല. ഇതാണ് മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. പ്രണയവിവാഹത്തിനു ശേഷം ഏറെ സന്തോഷത്തോടെ പുതിയൊരു അതിഥിക്കായുള്ള കാത്തിരിപ്പിനിടയിലാണ് സോനയെ മരണം ഇത്രയും ക്രൂരമായ രീതിയിൽ കവർന്നത്. 3 വർഷം മുൻപായിരുന്നു രജിൻലാലും സോനയും തമ്മിലുള്ള വിവാഹം. നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും ഒന്നിച്ചത്. വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന രജിൻലാൽ ഭാര്യയുടെ ഗർഭകാല പരിചരണങ്ങൾക്കായി കൃത്യം 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ പേരാമ്പ്ര കല്ലോട് ആശുപത്രിയിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് കക്കറമുക്കിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പെട്ടെന്ന് വലിയൊരു അഗ്നിഗോളമായി മാറിയത്. പാലേരി കുയിമ്പിൽ കള്ളിക്കണ്ടി മീത്തൽ ശ്രീനിവാസന്റെയും വസന്തയുടെയും മകളായ സോനയുടെ ഈ ദാരുണാന്ത്യം ഉൾക്കൊള്ളാൻ കുടുംബത്തിനോ നാട്ടുകാർക്കോ ഇനിയും കഴിഞ്ഞിട്ടില്ല. അപകടത്തെക്കുറിച്ച് ജില്ലാ ഫോറൻസിക് വിഭാഗം നടത്തിയ പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവത്തിൽ വലിയ അസ്വാഭാവികത പ്രകടമായത്. കാറിന് മുൻഭാഗത്തുള്ള എഞ്ചിന്റെ റേഡിയേറ്റർ ഭാഗത്തു നിന്നും തീ പടരാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിട്ടില്ലെന്നാണ് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നത്. അത്യാധുനിക AC സംവിധാനങ്ങളിൽ ഉണ്ടാകാറുള്ള ഷോർട്ട് സർക്യൂട്ടോ മറ്റ് തകരാറുകളോ ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടില്ലെന്നും ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. പെട്രോളിലോടുന്ന ഈ വാഹനത്തിന്റെ ഇന്ധന ടാങ്കിൽ എവിടെയും ചോർച്ച കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. കാറിന്റെ മുൻഭാഗത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്ത സാഹചര്യത്തിൽ തീപിടുത്തത്തിന്റെ കേന്ദ്രം കാറിന്റെ പിൻഭാഗമാണെന്നാണ് ഫോറൻസിക് സംഘത്തിന്റെ പ്രധാന കണ്ടെത്തൽ. മുൻഭാഗം സുരക്ഷിതമായിരിക്കെ എങ്ങനെയാണ് കാറിന്റെ പിൻസീറ്റിന്റെ ഭാഗത്തു നിന്നും ഇത്രയും വലിയ രീതിയിൽ തീ ആളിപ്പടർന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒരുപോലെ ഇരുട്ടിൽ തപ്പുകയാണ്. കൂടുതൽ വിശദവും ശാസ്ത്രീയവുമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാകൂ എന്നാണ് ഫോറൻസിക് വിഭാഗം നൽകുന്ന വിശദീകരണം. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന ഭർത്താവ് രജിൻലാൽ 60% ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കാറിൽ നിന്ന് പെട്ടെന്ന് തീയും പുകയും ഉയർന്നതോടെ വാഹനം നിർത്തി രജിൻലാൽ പുറത്തേക്ക് ചാടുകയായിരുന്നു. എന്നാൽ നിമിഷങ്ങൾക്കകം ഇയാളുടെ ദേഹത്തേക്കും തീ പടർന്നു പിടിച്ചു. വസ്ത്രത്തിൽ ആളിപ്പടർന്ന് തീയണയ്ക്കുന്നതിനായി പരിഭ്രാന്തനായ രജിൻലാൽ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് വിവരം. ഈ സമയത്ത് 6 മാസം ഗർഭിണിയായിരുന്ന സോന കാറിന്റെ പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു. കാറിൽ നിന്നും ചാടിയിറങ്ങിയ രജിൻലാൽ സോനയെ പുറത്തെടുക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കാറിന്റെ പിൻഭാഗത്തെ ഡോറുകൾ പെട്ടെന്ന് സെൻട്രൽ ലോക്ക് ആയതിനാൽ തുറക്കാൻ കഴിഞ്ഞില്ല. തീയുടെ തീവ്രത കൂടിയതും ദേഹത്ത് തീ പടർന്നതുമാണ് രജിൻലാലിനെ തോട്ടിലേക്ക് ചാടാൻ നിർബന്ധിതനാക്കിയത്. ഡോർ ലോക്കായി ഉള്ളിൽ കുടുങ്ങിപ്പോയ സോനയ്ക്ക് പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ വഴികളും അടയുകയായിരുന്നു. റോഡിലൂടെ പോയ കാറിൽ നിന്നും വലിയ രീതിയിൽ പുകയുന്നത് കണ്ട് സമീപത്തെ വയലിൽ നിന്നും നാട്ടുകാർ ഓടിയെത്തുമ്പോൾ കാറിന്റെ മുൻഭാഗത്ത് വലിയ രീതിയിൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ രജിൻലാൽ മാത്രമാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് എന്നായിരുന്നു രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാർ കരുതിയത്. തോട്ടിൽ നിന്ന് രജിൻലാൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് കാറിന്റെ പിൻസീറ്റിൽ ഡോർ ലോക്കായി സോന കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. എന്നാൽ അപ്പോഴേക്കും കാറിന്റെ പിൻഭാഗവും പൂർണ്ണമായി അഗ്നിക്കിരയായി. തുടർന്ന് നാട്ടുകാർ വയലിൽ നിന്നും വെള്ളം കോരിയൊഴിച്ച് തീയണയ്ക്കാനും സോനയെ പുറത്തെടുക്കാനും കഠിനശ്രമം നടത്തിയെങ്കിലും ലോക്കായ ഡോറുകൾ തുറക്കാനോ ആളിപ്പടർന്ന തീയെ ചെറുക്കാനോ സാധിച്ചില്ല. പേരാമ്പ്രയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവസ്ഥലത്ത് എത്തിയ ശേഷമാണ് കാറിന്റെ പിൻഭാഗം വെട്ടിപ്പൊളിച്ച് സോനയുടെ മൃതദേഹം പുറത്തെടുത്തത്.